ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. വേവ് നേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒബേ ചെയ്യുന്ന വേവ്സ് ഒബേ ചെയ്യുന്ന പ്രിൻസിപ്പിളാണിത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ രണ്ട് വേവുകൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും? ആ പോയിന്റിലെ രണ്ട് വേവിൻ്റെയും ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എന്താണോ, ഇൻഡിവിജ്വൽ വൈബ്രേഷൻ എങ്ങനെയാണോ അതിൻ്റെ വെക്റ്റർ സമ്മായിരിക്കും എന്തുണ്ടാവുക ആ പോയിന്റിൽ ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു വേവും ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്തു ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. അപ്പോൾ ഈ വേവ് ഇങ്ങനെ വരികയാണ്, ഈ വേവ് ഇങ്ങനെയും വരികയാണ്. ഈ പച്ച ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ്, അതുപോലെ ഓറഞ്ച് ഇങ്ങനെയും വരികയാണ്. അപ്പോൾ ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാണ്, രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ. അപ്പോൾ അതിങ്ങനെ ഈ ഓരോ ഇൻസ്റ്റൻറ്റിലും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, ഇതിങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ഇതിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും എന്തായിരിക്കും, ആ ഇൻസ്റ്റൻറ്റിലെ ഇതിൻ്റെ ഇൻഡിവിജ്വൽ വൈബ്രേഷൻ എന്താണോ, ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണോ ആ പോയിന്റിലെ അതിൻ്റെ വെക്റ്റർ സമ്മായിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്കത് താഴെ വെക്റ്റർ സമ്മായിട്ട് എഴുതാം. ഇതും കൂടി സൂപ്പർ പോസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും? നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലെ എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ആക്സിസ് അല്ല, അതിൻ്റെ ഒരിത് വരച്ചു. ഈ പോയിന്റിലെ വൈബ്രേഷൻ എങ്ങനെ ആയിരിക്കും? ഇതേ പോയിന്റിൽ ഇവിടെ ഇതിൻ്റെ അത് നോക്കുക, അതുപോലെ ഇതിൻ്റെ നോക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ആ സമ്മായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഒന്നും കൂടി വലിയതായിരിക്കും, ഇതിന് കൂടി രണ്ടിനും കൂടി നീളാൻ ഉണ്ടാവും. ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ ഇത്, പിന്നെ ഈ പോയിന്റിൽ ഇങ്ങനെ കുറച്ച് അടിയിക്കാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് അടിയിലേക്കായിരിക്കും, ഇത് 0 ആണ്, ഇത് അടിയിലേക്കാണ്. ഇനി ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ ഇവിടെ അപ്പോൾ ഇത് ഒന്ന് കുറച്ച് അടിയിലേക്ക് വലിയത്. ഈ പോയിന്റ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ രണ്ടും കൂടി സമ്മ ചെയ്യുമ്പോൾ കുറച്ച് വലുതായിരിക്കും. അങ്ങനെ എല്ലാ പോയിന്റും കൂടി ചേർത്ത് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ നമുക്കൊരു വേവ് കിട്ടും. ഇങ്ങനെ ആയിരിക്കും കിട്ടുക. എല്ലാതും നമുക്ക് ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ അതാത് പോയിന്റിലെ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെ സമ്മ് കിട്ടും. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, വെൻ 2 or more വേവ്സ് മീറ്റ്സ് at a given point, then the resultant displacement at the point is the vector sum of individual displacements. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്. ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫറൻസ് എന്നുള്ള ഫിനോമിന വേവ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അത്ഭുതകരമായൊരു കാര്യം എന്താണ്? അത്ഭുതകരമായല്ല, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് വേവ് ഇങ്ങനെ കൂട്ടിമുട്ടി, പിന്നെ ഈ വേവ് എന്ത് ചെയ്തു? ഈ പോയിന്റിൻ്റെ പുറത്തേക്ക് പിന്നെ ഇങ്ങനെ പോവും. ഈ വേവ് ഇങ്ങനെ പോവില്ലേ? ഈ ഓറഞ്ച് വേവ് ഇങ്ങനെയും പോവും. ഈ ഓറഞ്ച് വേവ് ഇങ്ങനെയും പോവും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ മാത്രം അത് നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനെ രണ്ടിനും കൂടി വെക്റ്റർ സമ്മായിരിക്കും. ഈ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ തന്നെ, ഈ ഗ്രീൻ വേവും പഴയ പോലെ തന്നെ. അപ്പോൾ നമ്മൾ സാധാരണ മാറ്റർ അങ്ങനെ ഒരു ഇത് കാണിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാർ ഇങ്ങനെ വരികയാണ്, ഒരു കാറ് ഇങ്ങനെ വരികയാണ്, ഒരു ബസ് ഇങ്ങനെയും വരികയാണ്. രണ്ടും കൂടി എന്ത് ചെയ്തു? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ആക്സിഡൻ്റ് ആയി. പിന്നെ ആ പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് ഇതേപോലെ തിരിച്ചു വരില്ല, ഈ പോയിന്റിൽ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് വേവിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിൽ, ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു സ്ക്രീൻ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് നമുക്ക് ആ സ്ക്രീനിൽ രണ്ടും കൂടിയുള്ള ഒരു ഇൻറ്റൻസിറ്റി കൂടിയ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു റിസൾട്ടാണ് എന്ത്? ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫിനോമിനൻ ഇൻ വിച്ച് 2 waves superpose to form a resultant wave of greater amplitude or lower amplitude or same amplitude. അപ്പോൾ രണ്ട് വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ രണ്ട് വേവ് മീറ്റ് ചെയ്താൽ ആ പോയിന്റിൽ ഒന്നെങ്കിൽ അത് ആംപ്ലിറ്റ്യൂഡ് കൂടും, അല്ലെങ്കിൽ അത് മാറാതിരിക്കും, അല്ലെങ്കിൽ അത് കുറയും.
ക്രസ്റ്റും കൂടി ഇൻ്റർഫിയർ ചെയ്താൽ സൂപ്പർ പോസ് ചെയ്താൽ എന്താ അവിടെ എന്ത് നടക്കും? ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലേക്കുള്ള പീക്കാണ്, മേലേക്കുള്ള ഇങ്ങനത്തെ രണ്ടെണ്ണം ഇതാക്കി സൂപ്പർ പോസ് ചെയ്താൽ വലിയതായിരിക്കും. അടിയിലേക്ക് രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ വലിയ അടിയിലേക്കുള്ള ട്രഫ് വരും. ഇങ്ങനെ ഒന്ന് വരുമ്പോൾ സീറോ ആയിരിക്കും വരിക. അപ്പോൾ അതിനനുസരിച്ച് എന്തായി? അപ്പോൾ ഒന്നുകിൽ എന്താ ചെയ്യാം, ഇൻറ്റൻസിറ്റി കൂടാം, ഒന്നെങ്കിൽ ഇൻറ്റൻസിറ്റി കുറയാം, ഒന്നെങ്കിൽ ഇൻറ്റൻസിറ്റി മാറാതിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമുണ്ട് ടെക്സ്റ്റിൽ, നമുക്കൊന്ന് കാണാം. ഇവിടെ ഇതാ ഇൻ്റർഫറൻസ് പാറ്റേൺ. അപ്പോൾ ഇത് ഓരോ പോയിന്റിലും ഇൻ്റർഫെയർ ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി 0 ആവുന്ന പോയിന്റ് ഉണ്ടാവും, ഇതാവുന്ന പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഇൻ്റർഫറൻസ് 2 തരമുണ്ട്. എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ ഇൻ്റർഫറൻസ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഇൻ്റർഫറൻസിൽ വളരെ ബേസിക്കായ എക്സ്പെരിമെൻ്റാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഇപ്പോൾ ഒരേ ഇൻറ്റൻസിറ്റി ഒരേ വേവ് ലെങ്ത് ഒക്കെ ഉള്ള വേവ് എന്ത് ചെയ്തു? 2 സ്ലിറ്റിലൂടെ അങ്ങനെ പോരുകയാണ്. അപ്പോൾ ഈ സ്ലിറ്റിൽ നിന്ന് എന്ത് ചെയ്യും? വരുന്ന സമയത്ത് ഇത് അങ്ങനെ ആവാൻ തുടങ്ങും, പരക്കാൻ തുടങ്ങും. ഈ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പല പോയിന്റിലും ഇത് എന്ത് ചെയ്യും? ഇൻ്റർഫെയർ ചെയ്യും. അപ്പോൾ ഈ സ്ക്രീനിൽ ഓരോ പോയിന്റിലും എന്തായിരിക്കും? ഓരോ പോയിന്റിലും ഈ വെക്റ്റർ സം അതാത് പോയിന്റിലെ ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ വെക്റ്റർ സം എടുക്കുന്ന സമയത്ത് ഓരോ പോയിന്റിലും ഓരോ ഇതായിരിക്കും കിട്ടുക. ചില പോയിന്റിൽ ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും, ചില പോയിന്റിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. അങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഫിനോമിനാണ് എന്ത്? ഡൈഫ്രാക്ഷൻ. ദ സ്പ്രെഡിങ് ഔട്ട് ഓഫ് വേവ്സ് ആസ് ദേ പാസസ് ത്രൂ ആൻ അപ്പർച്ചർ. ഒരു നേരോ ആയ അപ്പർച്ചറിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ അത് സ്പ്രെഡ് ചെയ്യും. സാധാരണഗതിയിൽ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു നേരോ അപ്പർച്ചറിലൂടെ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്താൽ ഇതിപ്പോൾ ഒരു കാർഡ്ബോർഡ് ഷീറ്റാണെന്ന് വെക്കുക. ഒരു കാർഡ്ബോർഡ് ഷീറ്റ്. അപ്പോൾ ഇതിലൂടെ ലൈറ്റ് ഇവിടെ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ ഈ ഹോളിലൂടെ അത് മാത്രമേ വരുള്ളൂ. നേരെ തന്നെ വരണ്ടേ? പക്ഷേ സാധാരണഗതിയിൽ എന്താ കാണുന്നത്? ഇവിടെ നമ്മളൊരു സ്ക്രീന് വെച്ചാൽ എന്താ കാണുക? സ്ക്രീനിൽ കുറേ ഇവിടെ മാത്രം ഈ ഹോളിൻ്റെ അതേപോലത്തെ ഒരു ഇമേജ് അവിടെ വരേണ്ടത്. പക്ഷേ സാധാരണഗതിയിൽ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് പരന്ന രീതിയിൽ കാണാൻ പറ്റും, സ്പ്രെഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ആ ഒരു ഫീച്ചറിനെ നമ്മളെന്ത് വിളിക്കുക? സ്പ്രെഡ് ചെയ്തു. ഇവിടെ ഈ ഒരു ഇമേജിന് പകരം തോന്നാകെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണിത് ഡൈഫ്രാക്ഷൻ. സ്പ്രെഡിങ് ഔട്ട് ഓഫ് വേവ്സ് ആസ് ദേ പാസസ് ത്രൂ ആൻ അപ്പർച്ചർ ഓർ അറൗണ്ട് ഒബ്ജക്റ്റ്. ചെറിയ ബ്ലേഡൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് ലൈറ്റ് അടിച്ച് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കാണാം. അടിയിലേക്ക് അതിൻ്റെ ഷാഡോ ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങും. അതാണെന്ത്? ഡൈഫ്രാക്ഷൻ. ഈ ഡൈഫ്രാക്ഷനും ഈ ഇൻ്റർഫറൻസിൻ്റെ ഏറ്റവും ബേസിക്കായ എക്സ്പെരിമെൻ്റായ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ അത് കാണാൻ പറ്റും. ഇവിടെ ശരിക്കും 2 നാരോ ഹോൾസാണുള്ളത്. ഈ നാരോ ഹോൾസ് ഇവിടെ നിന്ന് ലൈറ്റ് വരുമ്പോൾ നോക്കുക. ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ശരിക്കും ഇതൊരു ടോർച്ച് അടിക്കുന്ന പോലെ ഇങ്ങോട്ട് വരേണ്ടതാണ്. പക്ഷേ എന്താവുന്നത്? ഇവിടെ എത്തുമ്പോൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട സ്പ്രെഡ് ചെയ്യണ്. ഈ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ഇൻ്റർഫെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ ചില പോയിന്റിൽ ഇവിടുന്ന് ഇങ്ങനെ വേവ്സ് അല്ലേ വരുന്നത്? വേവ്സ് ആണല്ലോ ഇത് ഇങ്ങോട്ട് വരുന്നത്, വേവ്സ് അല്ലേ? അതുപോലെ ഇവിടുന്ന് വരുന്നത് വേവ്സാണ്. അപ്പോൾ ഈ പോയിന്റിൽ ഇതെങ്ങനെയാണ് ഇൻ്റർഫെയർ ചെയ്യുന്നത്? അതിൻ്റെ റിസൾട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ പോയിന്റിൽ ഇവിടുന്ന് ഇങ്ങനെ ലൈൻ വരച്ച് നോക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ രണ്ടെങ്ങനെ ഇൻ്റർഫെയർ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും ഇവിടെ. അങ്ങനെ ഓരോ പോയിന്റിലും മാറ്റം ഉണ്ടാവും. ആ ഇൻ്റർഫെയർ ചെയ്യുമ്പോൾ സമ്മ്. അപ്പോൾ ചില പോയിന്റിൽ എന്ത് ചെയ്യും? ഇൻറ്റൻസിറ്റി കൂടും, ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ചില സമയത്ത് ഇൻറ്റൻസിറ്റി കുറയും, ഇൻറ്റൻസിറ്റി ഡിക്രീസ്. ആ സമയത്ത് നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ ഇൻറ്റൻസിറ്റി മാക്സിമം ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഒന്നെങ്കിൽ ഇത് രണ്ടും ഒരേ ലെങ്ത്താണ് നിൽക്കുക, അത് കൃത്യം സെൻറ്ററിലേക്കാണ് വരുന്നതെങ്കിൽ ഇതും ഒരേ ഇതിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സഞ്ചരിക്കുന്ന ദൂരം ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ
ഇതിപ്പോൾ ഒരേ തരം ലൈറ്റല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ പീക്കാണെങ്കിൽ ഇവിടുന്ന് വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ പീക്കാവും, രണ്ടും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ, കാരണം ഒരേ വേവ് ലെങ്ത് അല്ലേ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇൻറ്റൻസിറ്റി മാക്സിമം ആവും. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് പറയുന്നത്. മാത്തമാറ്റിക്കൽ അനാലിസിസ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിൻറ്റിലെ ഇതാണ് നമ്മുടെ സ്ക്രീൻ, ഈ സ്ക്രീനിലെ ഈ പോയിൻറ്റിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടി, ഈ സ്ലിറ്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ x1ഉം x2ഉം തമ്മിലുള്ള വ്യത്യാസം x1 മൈനസ് x2 അതിൻ്റെ ആ ഡിഫറൻസ്, ഇത് മോഡുലസ് ഇട്ടത് ആ ഡിഫറൻസ് n ലാംഡയാണെങ്കിൽ എന്തായിരിക്കും, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇനി എന്ത് ചെയ്തു അങ്ങനെ പറഞ്ഞാൽ എന്താ, എന്നിൻ്റെ വാല്യൂ എന്താ, n ബിലോങ്സ് ടു 0 1 2 3. അതായത് ഈ ഡിഫറൻസ് ഒന്നെങ്കിൽ 0 ആവാം, x1 മൈനസ് x2 0 ആവാം, അല്ലെങ്കിൽ ലാംഡ ആവാം, അല്ലെങ്കിൽ 2 ലാംഡ ആവാം. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തീൻ്റെ പീക്കും രണ്ടാമത്തീൻ്റെ പീക്കും ആയിരിക്കും. ഡൗൺവാർഡ് പീക്കാണെങ്കിൽ അങ്ങനെ. അതായത് ആ സമയത്ത് ആ വെക്റ്റർ സം എടുക്കുമ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്താൽ എന്താണ്, ഇൻറ്റൻസിറ്റി നമുക്ക് വലിയ ആംപ്ലിറ്റ്യൂഡ് വലുതാവുന്നതാണ് കാണാൻ പറ്റുക ഇങ്ങനത്തെ കണ്ടീഷനാണെങ്കിൽ, ഈ ഡിഫറൻസ് ഇങ്ങനെയാണെങ്കിൽ. ആ സമയത്താണ് എന്തുണ്ടാവുന്നത്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാവുന്നത്. ഇനി സപ്പോസ് x1 മൈനസ് x2 എന്ത് ചെയ്തു, ഈസ് ഈക്വൽ ടു 2n+1 λ/2 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് ഒരു വേവ് പിന്നെ ഇതും തമ്മിലുള്ള അന്തരം എന്താണ്, ഡിഫറൻസ് λ/2 അല്ലേ. ഈ ഒരു മേലേക്കുള്ള പീക്കും താഴേക്കുള്ള പീക്കും തമ്മിലുള്ള വ്യത്യാസം λ/2 ആണ്. അപ്പോൾ ഒന്നാമത്തെ വേവും രണ്ടാമത്തെ വേവും ഇത്ര വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്നാമത്തീൻ്റെ മേലേക്കുള്ളതായിരിക്കും രണ്ടാമത്തീൻ്റെ താഴേക്കുള്ളതായിരിക്കും, ഒന്നാമത്തീൻ്റെ ക്രസ്റ്റ് ആയിരിക്കും രണ്ടാമത്തീൻ്റെ ട്രഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഒന്നാമത്തീൻ്റെ പീക്കും രണ്ടാമത്തീൻ്റെ ഇതായിരിക്കും ട്രഫ് ആയിരിക്കും, ഒന്നാമത്തീൻ്റെ ക്രസ്റ്റും രണ്ടാമത്തീൻ്റെ ട്രഫ്. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും, ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും. ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും വെക്റ്റർ സം എടുക്കുന്ന സമയത്ത്. അതായത് അവിടെ എന്തായിരിക്കും, ഈ കണ്ടീഷനാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സ്ലിറ്റുകളുണ്ട്, ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരേ ലൈറ്റാണ്, ഒരു ലൈറ്റ് രണ്ട് സ്ലിറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ രണ്ട് സ്ലിറ്റിൻ്റെ അവിടെയും ഡൈഫ്രാക്ഷൻ നടന്നുകൊണ്ട് ഇത് പരക്കും, സ്പ്രെഡ് ചെയ്യും, പിന്നെ അതിങ്ങനെ അങ്ങോട്ട് വരും. അപ്പോൾ ഈ പോയിന്റിൽ ഓരോ പോയിന്റിലും വിവിധ രീതിയിലായിരിക്കും ഇൻ്റർഫെയർ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എന്താ, ഈ സ്ലിറ്റും നമ്മുടെ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D ആണ്. ഈ എന്ത് ചെയ്തു, പിന്നെ സ്ലിറ്റുകൾ തമ്മിലുള്ള അകലം സ്മോൾ ലെറ്റർ d ആണ്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കാണേണ്ടി, നമുക്ക് ഇൻ്റർഫറൻസ് കൺസ്ട്രക്റ്റീവ് ആണോ ഓർ ഡിസ്ട്രക്റ്റീവ് ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യുക, എന്ത് ചെയ്ത് നോക്കുക, എന്ത് കണ്ടു നോക്കുക, x1 മൈനസ് x2 അതിൻ്റെ ഡിഫറൻസ് x1 ഡിഫറൻസ് x2 കണ്ടു നോക്കുക. അത് എന്താണെന്ന് കണ്ടെത്തിയാൽ മതി. അതെന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും, ഒന്നെങ്കിൽ ആ ഡിഫറൻസ് n ലാംഡ ആവുന്ന പോയിൻറ്റുകളിൽ എന്തായിരിക്കും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും, കൺസ്ട്രക്റ്റീവ് ആയിരിക്കും, ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. 2n+1 λ/2 ആവുന്ന പോയിൻറ്റ്. അപ്പോൾ ഇവിടെ n എന്താണ്, 0 1 2 3 ആണ്. n 0 എടുക്കുമ്പോൾ ഇവിടെ വെറും λ/2 കിട്ടും, 1 കൊടുക്കുക 3/2 λ അങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, ഇതിൻ്റെ ഇവിടുത്തെ ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് x1 x2 ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ടാസ്ക് ഇവിടെ x1 x2 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടെത്തണം.
അപ്പോൾ നമുക്ക് x1 ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ബേസ് എന്താണ് d/2 പ്ലസ് yn ആണ്. ഇതിൻ്റെ ഹൈറ്റ് d ക്യാപിറ്റൽ D ആണ്. ഈ സൈഡ് x2 ആണെങ്കിൽ ഇതിൻ്റെ ബേസ് d/2 മൈനസ് yn, അതാണ് ഈ ലെങ്ത്ത്. ഇത് പിന്നെ d. അപ്പോൾ നമുക്ക് x1 സ്ക്വയർ എങ്ങനെ എഴുതാം? x1 സ്ക്വയർ ഈസ് ഈക്വൽ ടു d പൈതഗോറസ് തിയറം കൊടുക്കുക. അപ്പോൾ d സ്ക്വയർ പ്ലസ് d/2 പ്ലസ് yn. എങ്ങനെയാണ് ഇവിടെ d/2 വന്ന് ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഇതോ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് d/2 ഇങ്ങോട്ട് d/2 അങ്ങനെ നമ്മളത് മൊത്തം കൂട്ടി d കിട്ടുക. അതേ സെൻറ്ററാണ് ഇവിടെ. അപ്പോൾ x2 സ്ക്വയറോ ഇതുപോലെ കിട്ടും d സ്ക്വയർ പ്ലസ് d/2. ഇത് മൊത്തം d/2 ആണ്. അപ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് ആവശ്യം. ഈ ലെങ്ത്ത് എന്താണ്? d/2 മൈനസ് yn ഹോൾ സ്ക്വയർ. ഇത് ഈ yn എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ ഒരു പോയിന്റ് ചൂസ് ചെയ്താണ്. ഈ പോയിന്റ് ഒന്നുകിൽ എന്താവാം, നമ്മൾ ഈ പോയിന്റ് ഒരു nth മാക്സിമത്തിൻ്റെ പോയിന്റ് ആണെന്നുള്ള അസംഷനിലാണ്. അപ്പോൾ nth മാക്സിമത്തിലേക്ക് നമ്മുടെ ഈ O എന്ന സെൻറ്ററിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഓയിൽ നിന്ന് nth മാക്സിമം നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ മാക്സിമങ്ങൾ വരും. ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ ഈ സ്ക്രീനും എങ്ങനെ ആയിരിക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ O ആണ്. ഇത് നമ്മൾ O ആണെങ്കിൽ ഇവിടുന്ന് എത്രാമത്തെ മാക്സിമമാണ് yn. അപ്പോൾ ഈ പോയിന്റിലേക്കുള്ള ദൂരം നമ്മൾ കണ്ടെത്തേണ്ടി. അപ്പോൾ nth മാക്സിമം nth മാക്സിമത്തിലേക്കുള്ള ദൂരമാണെന്ന് yn. അപ്പോൾ n 0 1 2 3 എല്ലാതും ആവാം. n 0 ആണെങ്കിൽ അത് ഇവിടെ തന്നെ, n 1 ആണെങ്കിൽ കുറച്ച് പുറത്ത് ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ nth മാക്സിമത്തിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് ആണ് yn. ഓക്കെ, ഞാൻ yn നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം എവിടെയാണെന്ന് അറിയില്ല, പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡിഫറൻസ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? അതിലൊരു ട്രിക്ക്, നേരെ റൂട്ട് എടുത്ത് ഡിഫറൻസ് കണ്ടെത്തുന്നില്ല, പകരം വേറൊരു മെത്തേഡാണ്. x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ കാണാം. അത് കണ്ടാൽ എന്താ കിട്ടുക? അത് കാണുമ്പോൾ ഈ ടേം d സ്ക്വയറും കട്ട് ചെയ്ത് പോകും. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് 1 - 2 ചെയ്താൽ മതി. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 അത് ചെയ്താൽ d സ്ക്വയർ കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? d/2 പ്ലസ് yn ഹോൾ സ്ക്വയർ മൈനസ് d/2 പ്ലസ് d/2 മൈനസ് yn ഹോൾ സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് കുറക്കുക. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ ഈ a പ്ലസ് ബി ഹോൾ സ്ക്വയർ അതുപോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ കിട്ടും. d/2 ഹോൾ സ്ക്വയർ പ്ലസ് yn സ്ക്വയർ പ്ലസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ ഇതും കട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇത് മൈനസ് സൈനാണ്, ഇത് പ്ലസ് സൈനാണ്. ഈ yn സ്ക്വയറും കട്ട് ചെയ്ത് പോകും. എന്താ ബാക്കി ഉണ്ടാവുക? ഇതും കൂടി ആഡ് ചെയ്ത് വരും. ഇതും കൂടി ആഡ് ചെയ്താൽ ഇതെന്തുകൊണ്ട് ആഡ് ചെയ്യുന്നത്? ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ എന്താ വരിക? ഇവിടെ എന്താ വരിക? ഈ 2 × 2 ഒക്കെ വെട്ടി പോകണം കേട്ടോ. ഒക്കെ വെട്ടിക്കളഞ്ഞാൽ 2d × yn എന്ന് കിട്ടും. ദാറ്റ് ഈസ് x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? ഇനി ഒരു അപ്രോക്സിമേഷൻ നടത്താം. സാധാരണഗതിയിൽ സ്ലിറ്റുകൾ തമ്മിലുള്ള അകലം ഇതല്ലേ, ഒരുപാട് 1 മീറ്ററൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ yn എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ വന്ന് ചെറിയ അകലം മില്ലിമീറ്റർ മേലൊക്കെ ഉണ്ടാവുള്ളൂ ഈ yn എന്നുള്ള ദൂരം. ഈ d എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇൻ മീറ്ററിലാണ് ഉണ്ടാവുക, yn മില്ലിമീറ്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു അപ്രോക്സിമേഷൻ നടത്തും. ഇത് വലിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ x1 ഇങ്ങനെ എടുത്താലും ഇവിടെ ഇപ്പോൾ ഈ x1 ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ x1 x2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x1 വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു d. കാരണം ഇത് ഈ ഓയിലിന് ചെറിയ ദൂരത്തായിരിക്കും. അപ്പോൾ ഈ ഡീൻ്റെ ഏകദേശം അതേ വലിപ്പം തന്നെ ആയിരിക്കും x1 x2 ഒക്കെ ഉണ്ടാവുക. ഒരു അപ്രോക്സിമേഷനാണ്. അതുപോലെ x2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു d, രണ്ടും ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നടത്താം? x1 പ്ലസ് x2 എന്തായിരിക്കും? നമുക്ക് അപ്രോക്സിമേറ്റ്ലി d ആയിട്ട് എടുക്കാം. x1 മൈനസ് x2 നമ്മൾ അതുപോലെ തന്നെ വെച്ചു. x1 മൈനസ് x2 അതവിടെ തന്നെ നോട്ടെ, അത് നമ്മൾ ഇത് കൊടുക്കുന്നില്ല ഈ അപ്രോക്സിമേഷൻ.
അത് കൊടുത്താൽ നമുക്ക് ഈ അകലം കിട്ടൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അത് അവിടെ കൊടുത്താൽ ഇതെല്ലാം നമുക്കിപ്പോൾ മുമ്പ് കിട്ടിയ ഇക്വേഷൻ അതിലത് കൊടുക്കുക. അതിലത് കൊടുക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്യണം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഈ x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ എന്താ, x1 മൈനസ് x2 ഇൻറ്റു അല്ല x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതേ ഫോർമാറ്റ് ഈക്വൽ ടു 2d/n. നമ്മൾ അപ്രോക്സിമേഷൻ കൊടുക്കുക. അപ്രോക്സിമേഷൻ കൊടുത്താൽ ഈ x1 പ്ലസ് x2 നമുക്ക് 2d എന്ന് എഴുതാം. ഇതിന് അതുപോലെ തന്നെ വെക്കുക. 2d ഇൻറ്റു x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 2d ഇൻറ്റു yn. നമുക്ക് yn എന്താണെന്ന് കിട്ടും. yn ഈസ് ഈക്വൽ ടു ഈ 2 2 വെട്ടാം. അപ്പോൾ എന്താ വരിക, yn ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 ഇൻറ്റു d/d. അപ്പം ഇനി എന്താ അടുത്ത ഇതെന്താ, ഇതിപ്പോൾ yn ആ. അപ്പോൾ ഇത് yn അതിലെ ഏതൊരു പോയിൻറ്റും ഇത് സാറ്റിസ്ഫൈ ചെയ്യും ഈ ഒരു ഇത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതൊരു ഇത് എടുത്താലും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ആ സ്ക്രീനിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും. ഈ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്, വി ആർ ഫോക്കസിങ് ഓൺ ഇൻ്റർഫറൻസ് മാക്സിമ. നമ്മൾ മാക്സിമത്തിലാണ്, അതായത് ഇൻറ്റൻസിറ്റി നല്ല കത്തി നിൽക്കുന്ന ഒരു ബാൻഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനത്തെ ഒരു ബ്രൈറ്റായ ഒന്നിമല്ല നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പോയിൻ്റ് ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അത്തരം ഒരു പോയിൻ്റ് ആണെങ്കിൽ x1 മൈനസ് x2 ബ്രൈറ്റ് മാക്സിമം ആവണമെങ്കിൽ x1 മൈനസ് x2, അതായത് ആ രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം, n ലാംഡ ആയിരിക്കണം. അങ്ങനെ ആ കണ്ടീഷൻ ഇവിടെ കൊടുത്താൽ എന്ത് കിട്ടും, yn ഈസ് ഈക്വൽ ടു n ലാംഡ ഇൻറ്റു d/d. അപ്പോൾ ഇക്വേഷൻ എന്താ പറയുന്നത്, n ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ yn ഈക്വൽ ടു 0, അതായത് സെൻറ്ററത്തെ ഇവിടെ എന്തായാലും ഈ സെൻറ്റർ ഈ ഒരു പോയിന്റിൽ എന്തായാലും ബ്രൈറ്റ് മാക്സിമം ആയിരിക്കും അല്ലേ, കാരണം ഇവിടുന്ന് വരുന്നു x1 x2 ഒരു ഈക്വൽ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അത് ബ്രൈറ്റ് മാക്സിമം ആയിരിക്കും. പിന്നെ അടുത്ത പോയിന്റിന് കിട്ടണമെങ്കിൽ n ഈക്വൽ ടു 1 കൊടുക്കുക. n ഈക്വൽ ടു 1 കൊടുത്താൽ അടുത്ത മാക്സിമം എവിടെ കിട്ടണമെന്ന് കിട്ടും. n ഈക്വൽ ടു 2 കൊടുത്താൽ അടുത്ത മാക്സിമം എവിടെ കിട്ടുന്നത് കിട്ടും. അതേപോലെ ഈ സൈഡിലും കിട്ടും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഡാർക്ക് ബാൻഡ്. ഈ ഇവിടെ ഇൻറ്റൻസിറ്റി ഇല്ല, അത് ഇൻറ്റൻസിറ്റിയാണ് കേട്ടോ, നമ്മളെ വേവ് അല്ല, അത് ഇൻറ്റൻസിറ്റിയാണ്. ഇത് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി 0 ആയ പോയിൻ്റാണ് അടിയിലുള്ള ഈ കുഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങൾ, ഈ കുന്നായി നിൽക്കുന്നത് ഇൻറ്റൻസിറ്റി കൂടിയത്. അപ്പോൾ അത് ഈ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഇതിൽ ചിലത് ഇൻറ്റൻസിറ്റി കൂടിയത്, ഇൻറ്റൻസിറ്റി കുറഞ്ഞത്, ഇൻറ്റൻസിറ്റി കൂടി കുറഞ്ഞ് ഇങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ട് പോവുക ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ കൊടുക്കുക. അതാണ് ഇൻ്റർഫറൻസിൻ്റെ, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ ജനറൽ ഇക്വേഷനാണ് എന്ത് ഇത്. ഈ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ എന്താ കൊടുക്കേണ്ടത്, x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, 2n പ്ലസ് 1 ലാംഡ/2 എന്ന് കൊടുക്കുക. അത് കൊടുത്താൽ എന്ത് കിട്ടും, നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടി മാറും. ഇവിടെ എന്താ ഇക്വേഷൻ, അതിന് പകരം എന്താ കിട്ടുക, yn ഈസ് ഈക്വൽ ടു അപ്പോൾ എന്താ കിട്ടുക, nth ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ പൊസിഷനാണ് കിട്ടുക. ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ കിട്ടണമെങ്കിൽ x1 മൈനസ് ഈസ് ഈക്വൽ ടു x2 ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ലാംഡ/2 എന്ന് കൊടുക്കുക. ഇൻറ്റു ബാക്കിയുള്ള ടേം അതേപോലെ ഉണ്ടാവും d/d. ഓക്കെ, ഇത് ഡാർക്കിനാണ്, ഡാർക്ക് ബാൻഡ്. ഇത് ബ്രൈറ്റ്. ഇത് ഓൾറെഡി പഠിച്ചതായിരിക്കും, പ്ലസ് ടുവിലൊക്കെ ഡിറൈവ് ചെയ്തായിരിക്കും. അതിൻ്റെ ഒരു നമ്മൾ റിവ്യൂ ചെയ്തതാണത്, അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫറൻസ് എന്നുള്ള ഫിനോമിന നമുക്ക് ഇവിടെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്, ഈ ഇൻ്റർഫറൻസ് എന്ന ഫിനോമിന നമ്മൾ വേവ് അതിൻ്റെ പീക്ക്, അതിൻ്റെ ട്രഫ്, ക്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. അതായത് ഇത് നമ്മുടെ ഇൻ്റർഫറൻസ് എന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് നാച്ചർ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഒക്കെ ആകത്തുക. അതുപോലെ ഡൈഫ്രാക്ഷനും എന്ത് ചെയ്യണം, എന്ത് പറയണം,
വേവ് നാച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിനോമിനയാണ്. ഓക്കെ.